ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം തീർന്ന് നിൽക്കുന്നതാണ്. അത് നമുക്ക് ബ്രേക്ക് ലൈനർ എന്തെങ്കിലും മാറ്റണം. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിളുകളാണ് പിന്നെയുള്ള പ്രശ്നം. ബാക്കിലേക്ക് വന്ന ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടി മൊത്തം വലിഞ്ഞ് കാണുന്നുണ്ട്. അത് ആ ബ്രേക്ക് പിടിച്ച് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പ് ഇല്ല. അതേപോലെ ഔട്ടർ വലിഞ്ഞ് വന്നേക്കാണ്. അപ്പോൾ ഇത് ബാക്കിലത്തെ മാത്രമല്ല, ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ 2 കേബിളുകളും സെയിം സിറ്റുവേഷനാണ്. അപ്പോൾ 3 ബ്രേക്ക് കേബിൾ, ഫ്രണ്ടിലേക്ക് വരുന്ന 2 ബ്രേക്കിൻ്റെ കേബിളും ബാക്കിലേക്ക് പോകുന്ന ബ്രേക്കിൻ്റെ കേബിളും മാറണം. 3 ബ്രേക്ക് കേബിളും മാറ്റണം. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് ചേഞ്ച് ചെയ്തിടാനുണ്ട്. അതേപോലെ ബ്രേക്ക് ലൈനർ മാറ്റണ സമയത്ത് ഇതിൻ്റെ ഹബിനകത്ത് ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട്. ഇതിവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ട്. അത് ലൈനർ എറിഞ്ഞ് വന്നതാണ്. അത് ഹബ്ബ് ഒന്ന് ലെയ്ത്തിൽ കൊടുത്തൊന്ന് പോളിഷ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രേക്ക് നല്ല സ്മൂത്തായിരിക്കും. കാരണം ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഹബ്ബ് പോളിഷ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ പക്കയായിട്ട് കിടന്നോളും. ബ്രേക്ക് ലൈനർ മാറ്റി ഹബ്ബും പോളിഷ് ചെയ്ത് ബ്രേക്കുകൾ മാറ്റിക്കഴിഞ്ഞാൽ ബ്രേക്ക് ക്ലിയർ ആയിക്കോളും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഇത് അഴിച്ചിട്ടുണ്ട്. അതായത് വീൽ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് വീൽ അഴിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ബുഷൊക്കെ ഇങ്ങോട്ട് ചാടി പോകുന്നതൊക്കെ ഉണ്ടോ, അത്രയ്ക്ക് ഓവലായി കിടക്കുന്നുണ്ടോ. അതേപോലെ ലിങ്കിൻ്റെ ബുഷൊക്കെ ആയാലും ഈ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ കൂട്ടത്തിൽ മാറ്റിയിടുന്നുണ്ടെങ്കിൽ അതും കൂടിയും മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ചെറിയ ഗട്ടറിലൊക്കെ ചാടിയാൽ പോലും ഫ്രണ്ടിൽ നിന്ന് നല്ല അടിയായിരിക്കും. അപ്പോൾ പുതിയ ബാറ്ററി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററി പുതിയതാണ്, അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ബാറ്ററി അതേപോലെ തന്നെ പാക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഇതാണ് വണ്ടിയുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, ഇപ്പം ബ്രേക്കിൻ്റെ കേബിളുകളും അതേപോലെ ഈ ബുഷ് സെറ്റിൻ്റെ കേസും കൂടിയും നമ്മൾ എസ്റ്റിമേറ്റിൽ കൂട്ടാം. വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളത് ഒഴിവാക്കാം കേട്ടോ. കാരണം നമ്മളിപ്പോൾ കാണുന്ന കംപ്ലയിൻറ്റ് അത് എത്ര ചിലവ് വരും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം. നോക്കിയിട്ട് അഫോർഡബിളാണ്, നിങ്ങൾ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. ബ്രേക്കിൻ്റെ കേബിളുകൾ 3 ബ്രേക്ക് കേബിൾ, ബാക്കിലെ ബ്രേക്കിൻ്റെ ലൈനർ, ഹബ്ബ് പോളിഷിങ്, ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റിൻ്റെ കേസുകൾ. അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റും വീഡിയോയും കൂടിയിട്ട് വാട്സപ്പിലേക്ക് ഇട്ടുതരാം. അത് നോക്കാം, കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം. ഏതെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ അതും പറയാം. അതല്ലെങ്കിൽ ആ എസ്റ്റിമേറ്റ് പ്രകാരം ചെയ്യണമെങ്കിൽ ആ രീതിയിലും പറയാം കേട്ടോ.